Hi all, welcome back. Hash Design Shane. ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂർ സിറ്റി എക്സ്പ്ലോറിംഗ് തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം യു ബി സിറ്റി മാൾ ബാംഗ്ലൂരിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ പോയ ആ ഒരു ടൈമിൽ അത് ഓപ്പൺ അല്ലായിരുന്നു. അതിലേക്ക് പ്രവേശിക്കാം. ഒരു 11 മണി ആണ് ടൈം, 11 AM. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള അവിടെയുള്ള ചുറ്റുപാടൊക്കെ ഒന്ന് നടന്നു വരാമെന്ന് കരുതി അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് പുറത്തു നിന്നുള്ള വ്യൂ ആണ്. പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായി ST ജോസഫ് സ്കൂൾ ഒക്കെ കാണാൻ പറ്റി. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉള്ളത് മുഴുവൻ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് എന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ UB സിറ്റി ലൊക്കേഷൻ വരുന്നത് വിറ്റൽ മല്യ റോഡ്, KG ഹാളി, ഡി സൗസ ലേഔട്ട്, അശോക് നഗർ, ബാംഗ്ലൂർ, കർണാടകയാണ് ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരു MG റോഡിൽ നിന്നും 1.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. മല്യ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പോൾ 13 ഏക്കറോളം 30 ഏക്കറോളം ഏക്കർ സ്ഥലത്താണ് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മാൾ എന്നാണ് പറയുന്നത്. അപ്പം എന്നോട് അവിടെയുള്ള LB ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ അയാളാണ് ഒരു കാര്യം പറഞ്ഞത്. അത് ഇപ്പോൾ ഇവരുടെ ഷോപ്പിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ സെക്കൻഡ് ഹാൻഡായിട്ട് വരാറുണ്ട്. അതായത് ലക്ഷറി ഐറ്റംസ് ഇപ്പോൾ 50,000 ഒക്കെ കൊടുക്കുന്ന അതുപോലെയാണ് പറഞ്ഞത്. ആ ഒരു LBയുടെ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പല ബ്രാൻഡിനെ കുറിച്ചിട്ടും വാച്ചിൻ്റെ ആയെങ്കിലും ബ്രാൻഡിനെ കുറിച്ചൊക്കെ എനിക്കറിയാൻ മനസ്സിലാക്കാനും അറിഞ്ഞത് മാരേജിന് ശേഷം ഹസ്ബൻഡ് പറയുമ്പോഴാണ്. അതിന് മുമ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ക്ലോത്ത്, അതായത് ഡ്രസ്സ്, പിന്നെ അതിന് മെച്ചാകുന്ന ഷാള്, അങ്ങനെയൊക്കെ ആണ്. ബ്രാൻഡഡ് ഐറ്റംസിലേക്ക് അങ്ങനെ കണ്ടുപോകാറില്ലായിരുന്നു. പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന സാധാരണ ഐറ്റംസ് ആയിരുന്നു അറിവുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ബ്രാൻഡഡ് വാച്ച്, ലക്ഷറി ഐറ്റംസൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുള്ളത് ഹസ്ബൻഡാണ്. അപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കാനും തുടങ്ങി വാച്ചൊക്കെ. അതിനു മുമ്പ് അങ്ങനെ വാച്ചിൻ്റെ ഒരു ഭംഗി മാത്രമാണ് ശ്രദ്ധിക്കുക, അല്ലാതെ ഏത് ബ്രാൻഡ് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടായിരുന്നു അവിടെ UB സിറ്റി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കേർട്ടായിരുന്നു ഏത് ഔട്ട്ഫിറ്റ്. ഇപ്പോൾ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പേസ്ട്രി ഷോപ്പിൽ കയറി. ഇപ്പോൾ മാംഗോ ഫ്ലേവറാണ് ഇവിടെ എല്ലാത്തിനും ഉള്ളത്. ഏത് സ്വീറ്റ് ഐറ്റംസ് എടുത്താലും മാംഗോ ഫ്ലേവറാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ ഭയങ്കര റേറ്റാണ്. നമ്മുടെ നാട്ടിൽ ഉള്ളതിൻ്റെ ഇരട്ടി റേറ്റിലാണ് ഇവിടെ ഓരോ ഐറ്റംസ് ഉള്ളത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ 2-3 ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു.
പിന്നെ പറയണ്ടല്ലോ, ഓരോ ട്രിപ്പിൻ്റെയും മെയിൻ ഉദ്ദേശം ഒന്നാമതായിട്ട് വരുന്നത് ഫുഡ് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ ചോക്കോബറി ഷേക്ക്, അതുപോലെ കോൾഡ് കോഫി, അങ്ങനെ പലതരം ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ 11 മണിക്കാണ് അവിടെ UB City മാളിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചില്ലായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്കോബറി ഷേക്കാണ് ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ UB Cityക്ക് കയറി മാളിൻ്റെ ഉള്ളിലേക്കാണ് ഇനി കയറുന്നത്. അപ്പോൾ UB City മാളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇതൊരു പ്രീമിയം ലക്ഷറി മാളാണ്. അപ്പോൾ അതുപോലെ ഇതിൽ ഓഫർ ചെയ്യുന്നത് അതായത് ഹൈ എൻഡ് ഇൻ്റർനാഷണൽ ഡിസൈനർ സ്റ്റോഴ്സാണ്. പിന്നെ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്, ഇതുപോലെയുള്ള ലക്ഷറി ഐറ്റംസ് ബ്ലെൻഡ് ചെയ്തൊരു മാളാണ്. ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഓരോ സ്ഥലവും മുക്കും മൂലയും ഓരോ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്ക് പറ്റിയ സ്ഥലമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു UB മാളിൻ്റെ ആർക്കിടെക്ചർ ആൻഡ് ഫീച്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വെനറ്റിൻ പലാസോ സ്റ്റൈലിലാണ്. ആൻഡ് ദിസ് കോംപ്ലക്സ് മെയ്ഡ് പ്രൈമർലി വൈറ്റ് ഇറ്റാലിയൻ മാർബിൾ. ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് 5 ഡിസ്റ്റിങ്ക്റ്റ് കോർപ്പറേറ്റ് ആൻഡ് റെസിഡൻഷ്യൽ ടവേഴ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിന് വേണ്ടി കുറേ ഫോട്ടോസിലും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തിരുന്നു. അതുപോലെ കുട്ടികളിട്ടതും ഞാൻ ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ധരിച്ച് കാണുമ്പോൾ നമ്മൾ വിയർ ചെയ്യുമ്പോഴും വല്ലാത്തൊരു പ്രൗഡാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ എന്നും കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ഇത് പിന്നെയും അതിൻ്റെ ഔട്ടർ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോസ് തന്നെയാണ് എടുക്കുന്നുള്ളത്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രീമിയർ ലക്ഷറി മാളിൻ്റെ മെയിൻ ഫീച്ചർ, ഇതിൽ ലക്ഷറി ഫാഷൻസ് ലൈക്ക് ലൂയി വിട്ടോൺ, ബർബറി, എംപെരിയോ അമാനി, കനാലി, ജിമിച്ചോ ആൻഡ് സൽവാറ്റോർ ഫറാഗാമോ, പിന്നെ അതുപോലെ റോളക്സ് ആൻഡ് മോണ്ട് ബ്ലാങ്ക്, അതുപോലെ വാച്ച് ആൻഡ് ജ്വല്ലറി, ഇതൊക്കെ ലക്ഷറി ഐറ്റംസ്, പ്രീമിയം ലക്ഷറി ഐറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കാം എന്നുള്ളത് ഒരു മിഡിൽ കാറ്റഗറിയിൽപ്പെടുന്ന സാധാരണക്കാരുടെ ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിൻ്റെ റെൻറ്റ് തന്നെ 30,000 ഒക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, 30,000 ഒക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അധികമായിട്ടും ഇവിടെ വരാറുള്ളത് ഫിലിം സ്റ്റാർ, അതുപോലെ ഉള്ള സെലിബ്രിറ്റീസ് അധികം ഈ ബാംഗ്ലൂർ സൈഡ് വന്നാൽ ഇവിടെയാണ് സ്റ്റേ ചെയ്യൽ എന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ലക്ഷറി ബ്രാൻഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ലൂയിസ് വ്യൂട്ടൺ ഗ്രാൻഡ് ഫ്ലോറിലാണ് UB Cityയിൽ. പ്രൊഡക്റ്റ് റേഞ്ച് വരുന്നത് സിഗ്നേച്ചർ മോണോഗ്രാമഡ് ലെതർ ഗുഡ്സ് ആണ്. അപ്പാരൽ, ഫുഡ് വെയർ, ജ്വല്ലറി ആൻഡ് ഹൈ എൻഡ് ഫ്രാഗ്രൻസസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് ബർബറി, ഇത് ലക്ഷറി ബോട്ടിക്കാണ്, ഓഫറിങ് ഹൈ എൻഡ് ബ്രിട്ടീഷ് ഫാഷൻ ആക്സസറീസ് ആൻഡ് ഫ്രാഗ്രൻസസ്, നോൺ ഫോർ ഇറ്റ്സ് ഐക്കണിക് ട്രെഞ്ച് കോട്ട് ആൻഡ് സിഗ്നേച്ചർ ടർട്ടൺ ചെക്ക്.
അതുപോലെ ആക്സസറീസ് വരുന്നത് ബെൽറ്റ് ഫീച്ചർ. ഈ ഒരു ബർബറിൻ്റെ ആക്സസറിയിൽ വരുന്നത് ബെൽറ്റ് ഫീച്ചറിങ് ദ ഐക്കണിക് ബർബറി ചെക്ക് വുമൺസ് ബർബറി ഹൈലാൻഡ് മിനി ഷോൾഡർ ബാഗ് ലെതർ ഗുഡ്സ് ആൻഡ് ബാഗ് സ്കാർവസ് ആണ്. ഫ്രാഗ്രൻസിൽ വരുന്നത് ബർബറിയുടെ ഫ്രാഗ്രൻസിൽ വരുന്നത് ഡിസൈനർ പെർഫ്യൂം ഫോർ മെൻ ആൻഡ് വുമൺ. അതായത് ഫോർ എക്സാമ്പിൾ ബർബറി ഗോഡസ് ആൻഡ് മൈ ബർബറി ഗോഡസ് യുടെ പെർഫ്യൂംസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ എംപീരിയോ അർമാനി ഇത് ലക്ഷറി ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. ഇത് ഓഫർ ചെയ്യുന്നത് പ്രീമിയം സെലക്ഷൻ ഓഫ് ദ കണ്ടംപററി റെഡി ടു വെയർ ക്ലോത്തിങ് വാച്ച് ആക്സസറി ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻസ് ആണ്. അതുപോലെ കനാലി എന്ന് പറയുന്നത് ജർമ്മൻ്റെ ഫുഡ് വെയർ ബെൽറ്റ് ടൈസ് പ്രീമിയം കാഷ്വൽ വെയർ ഫൈൻ ആലിയൻ ഫാബ്രിക് ക്രാഫ്റ്റഡ് ബാഗ്സ് ഒക്കെയാണ് കനാലി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് കഴിയുന്നത്ര പരമാവധി എല്ലാ ലക്ഷറി ഫാഷൻ ഐറ്റംസും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെയുള്ളൊരു ലക്ഷറി ബ്രാൻഡ് വരുന്നത് വാച്ച് ഐറ്റംസ് ആണ്. ലക്ഷറി വാച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഒമേഗ, ഇത് എല്ലാം ഒറിജിനൽ വാച്ച് ഐറ്റംസ് ആണ്. ഇപ്പോൾ വാച്ചിനെ കുറിച്ച് അതിൽ ഒറിജിനൽ പോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇറക്കുന്നുണ്ട് എന്ന് ഒക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് വാച്ചിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒറിജിനൽ വാച്ചാണ്, ഒറിജിനൽ അല്ലാതെ കോപ്പി വാച്ചും ഉണ്ട്. അത് സാധാരണയായി ആൾക്കാർ കൊണ്ടുവന്നാണ്. ഇപ്പോൾ മാരേജ് ഫങ്ഷൻ പോലെയുള്ള ഫങ്ഷനൊക്കെ ഒറിജിനൽ വാച്ചൊക്കെ വാങ്ങാറുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് വന്നാൽ ഒറിജിനലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനൊക്കെ കഴിയണം. അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ വാച്ചാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വാച്ചിനെ കുറിച്ച് ചെറിയൊരു ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു, റേറ്റും കാര്യങ്ങളും കളക്ഷൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലതരം ഡിസൈനിലുള്ള വാച്ചസ് ഇവിടെ ഉണ്ടായിരുന്നു. ചില വാച്ചൊക്കെ എനിക്ക് കണ്ട് പരിചയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഷോപ്പിൽ നിന്ന് കണ്ടൊക്കെ പരിചയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത് ഒറിജിനൽ റോളക്സ് വാച്ചാണ്. അപ്പോൾ അതിൽ ഗോൾഡ് ഫിനിഷിങ്ങും വന്നിട്ടുണ്ടായിട്ടുണ്ട് ആ വാച്ചിൽ. ഒറിജിനൽ അല്ലാത്ത വാച്ച് കണ്ടാലൊന്നും പലപ്പോഴും തിരിച്ചറിയാറില്ല. അത് അയച്ച് നോക്കിയൊക്കെയാണ് ഒറിജിനൽ അല്ലയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻറ്റ് വരാറുണ്ട് രണ്ടിനും. ഒറിജിനൽ ലാക്ക് ഒക്കെ വരുമ്പോൾ അതിൻ്റെ തന്നെ കോപ്പിയും ചെറിയ പ്രൈസിന് കിട്ടാറുണ്ട്. അകത്ത് കയറിയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പുറത്തു നിന്നുള്ള വീഡിയോ ആണ് എടുത്തത്. അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേയധികം കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷറി ആയിട്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസൊക്കെ കുറേ കണ്ടു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഹൈലി പ്രൈസ് ആയിട്ടുള്ള കുറേ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇത് നമ്മുടെ കിച്ചൺ ഐറ്റമാണ്. ഇപ്പോൾ പുറമെ കാണുമ്പോൾ വിചാരിക്കും ഇത് 2000 5000-നൊക്കെ കിട്ടുമെന്ന്. പക്ഷേ ഇത് ഗോൾഡ് പ്ലീറ്റ് കൊണ്ടൊക്കെ ഇത് വരച്ചിട്ടുള്ളതാണ്, ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് റേറ്റൊക്കെ ലക്ഷമൊക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത്. 2 lakh 5 lakh ഒക്കെയാണ് ഈ ഡിന്നർ സെറ്റിനൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കാണാം.